വനം മന്ത്രി ദുരന്തമുണ്ടായതിന് ശേഷം സന്ദർശനം നടത്തുന്ന ഒരു സന്ദർശക റോളിലാണ് കേരളത്തിൻ്റെ വനം മന്ത്രി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അപകടമുണ്ടാകുന്നതിന് മുമ്പ് വന്ന് ഉത്തരവാദിത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മാസ്റ്റർ പ്ലാൻ അടക്കം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതിന് പകരം ദുരന്തമുണ്ടായതിന് ശേഷം നേരത്തെ അദ്ദേഹം തീരെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹം കുറേ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം വരാൻ തയ്യാറായത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വനം മന്ത്രി ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം പാട്ടുപാടി ആഘോഷമൊക്കെ കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട വനമന്ത്രി വന്നത്. എങ്ങനെ അദ്ദേഹത്തിന് ഈ സമയത്ത് പാട്ടുപാടാൻ പറ്റുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ കഴിയുന്നു? വയനാട്ടിലെ സാമൂഹ്യ ജീവിതം സമ്പൂർണ്ണമായി തകർന്നിരിക്കുക. ഇന്ന് കാലത്ത് പെരുന്തട്ടയിൽ, എൻ്റെ നിയോജകമണ്ഡലത്തിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പെരുന്തട്ടയിൽ ഒരു കിടാവിനെ, പശുക്കിടാവിനെ, പുലിയാണോ കടുവയാണോ എന്നുള്ളത് അറിയില്ല, വനം ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പുലിയാണെന്നാണ്, ദാരുണമായ രീതിയിൽ കൊല ചെയ്ത് ഭക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അതീവ ഗുരുതരമായ സാഹചര്യം. ഓരോ ദിവസവും കടുവയും പുലിയും കാട്ടാനയും ഇവിടുത്തെ സാമൂഹ്യ ജീവിതം സമ്പൂർണ്ണമായി തകർന്നു. കാലത്ത് 25,000 ക്ഷീര കർഷകരുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല. കാലത്ത് 4-4:30 മണിക്ക് എഴുന്നേറ്റ് അവർ പശുവിനെ കറന്ന് ആ പാലളന്ന് സൊസൈറ്റികളിൽ കൊടുത്ത് തിരിച്ചു വരുന്നതായിരിക്കുന്ന ക്ഷീര കർഷകർ രാവിലെ പോകാൻ ഭയപ്പെടുക. മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാൻ ഭയപ്പാടാണ്. ദേവാലയങ്ങളിലേക്ക് ആളുകൾക്ക് പോകാൻ, ആരാധനാ സ്ഥലങ്ങളിലേക്ക് പോകാൻ, പണിസ്ഥലങ്ങളിലേക്ക് പോകാൻ ഭയപ്പാടാണ്. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ആളുകൾ വീടണയുകയാണ്. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം കുറേ കാലമായി നിലനിന്നിട്ടും അതിനെ നിയന്ത്രിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള ഒരു നടപടിയും സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. എൻ്റെ ഒരു തീവ്ര അനുഭവം പറയാം. ഇവിടെ കഴിഞ്ഞ സന്ദർഭത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് വയനാട് ജില്ല, കേരളം വിധേയമായപ്പം വയനാട് ജില്ലയിൽ വന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഇതൊരു ദുരന്തമാണ്, ഡിസാസ്റ്ററാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ രീതിയിൽ വന്യമൃഗ ആക്രമണത്തെ അഡ്രസ്സ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ഈ വയനാട് ജില്ലയിലുള്ള വിവിധങ്ങളായ എസ്റ്റേറ്റുകൾ കാട് മൂടി കിടക്കുക. അതിൽ പ്രൈവറ്റ് എസ്റ്റേറ്റ് ഉണ്ട്, വനപ്രദേശത്തുള്ള മേഖലകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ കാടൊന്ന് വെട്ടിത്തെളിക്കാനുള്ള നടപടികൾ ഞങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ പറഞ്ഞിട്ട് അതുവരെ നടന്നിട്ടില്ല. ഒരു നടപടിയുമില്ല. ഒരു മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ചർച്ച തുടങ്ങിയിട്ട് എത്ര കാലമായി? അതില്ല. നിങ്ങൾ ആലോചിക്കണം, 48 കോടി രൂപ ഈ സംസ്ഥാനത്ത് 2024-25 സാമ്പത്തിക വർഷം നീക്കിവെച്ചിട്ട് അതിൻ്റെ 45% മാത്രമാണ് ഈ ജനുവരി മാസം കഴിയുന്ന സന്ദർഭത്തിൽ ചെലവഴിക്കപ്പെട്ടത്. ഇനി 2 മാസം കൊണ്ട് ബാക്കിയുള്ള തുക മുഴുവൻ ചെലവഴിക്കപ്പെടും.